ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ മുംബൈയിലെ താമസത്തിന്റെ ലാസ്റ്റ് ഡിന്നറിന്റെ വീഡിയോ ആണ്. ആദ്യം ഞാൻ പോയ മറൈൻ ഡ്രൈവിലുള്ള കെ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ നമ്മുടെ ഇറാനി ഐസ്ക്രീം കട. അതായത് മുംബൈയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം കടയാണ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആണ് ഈ സാൻഡ്വിച്ച് ഐസ്ക്രീം. രണ്ട് വേഫേഴ്സിന്റെ ഇടയിൽ വെച്ച് കിട്ടുന്ന ഈ ഐസ്ക്രീം ബാർ വെച്ച് സാൻഡ്വിച്ച് ഐസ്ക്രീം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീം കടകളിൽ ഒന്നാണ് കേട്ടോ. ഇവിടെ വരുന്നവർ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ ഇവിടെ ക്യാഷ് ക്യാരി ചെയ്യണം, ഗൂഗിൾ പേ അങ്ങനെയുള്ള ഓൺലൈൻ പേയ്മെന്റ്സ്. ഒരു ബട്ടർ പേപ്പറിന്റെ നടുക്ക് രണ്ട് ഐസ്ക്രീം, ഒരു ഐസ്ക്രീം ബാറും പിന്നെ രണ്ട് വേഫേഴ്സും ആണ് കേട്ടോ തരുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം തന്നെയാണ്. നിങ്ങൾ എങ്ങാനും മുംബൈയിൽ പോവുകയാണെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. മറൈൻ ഡ്രൈവിന്റെ അടുത്താണ് ഈ കെ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ കട. അവിടുന്ന് ഞാൻ ട്രൈ ചെയ്തത് കോഫിയാണ്. കോഫി ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ്. അടുത്തായിട്ട് ഞാൻ പോയത് തന്നെ നമ്മുടെ എന്താ പറയണ്ടേ കൊളാബയിലുള്ള ഒളിമ്പിയ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലാണ് കേട്ടോ. ഇവിടുത്തെ തന്നെ ഒരു ഫേമസ് കടകളിൽ ഒന്നാണ്. ഈ കടയിൽ ഇതേപോലെയാണ്. നിങ്ങൾ വരുവാണെങ്കിൽ ഗൂഗിൾ പേ ഉണ്ട്, പക്ഷേ ലിമിറ്റഡ് ആണ്. ക്യാഷ് എന്തായാലും ക്യാരി ചെയ്യണം കേട്ടോ. ഇവിടെ വന്ന് നല്ല അടിപൊളി ഇന്റീരിയറും ആംബിയൻസും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വന്ന് ഓർഡർ ചെയ്തത് ഇവരുടെ ഫേമസ് ആയിട്ടുള്ള കട്ട്ലറ്റ് ആണ്. പിന്നെ ചപ്പാത്തി, തന്തൂരി, ലെഗ്, ഇതും എല്ലാം ആണ് കേട്ടോ. പിന്നെ ഇതാണ് ഇവരുടെ മെനു കാർഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഐറ്റംസ് കാണണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ മെനു കാർഡ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇത് ഓൾറെഡി ഇന്ന സാധനങ്ങൾ കഴിക്കണം എന്നും പറഞ്ഞ് തന്നെയാണ് ഇവിടെ വന്നത് കേട്ടോ. ഇവരുടെ മെനു കാർഡാണ്. ഇവരുടെ ഓരോ ദിവസങ്ങളിൽ ഓരോ ഐറ്റംസ് ഉണ്ട്. പിന്നെ മട്ടൻ ബിരിയാണി, അതിന്റെ ഓരോ കിലോ കണക്കിനും ഇത് കണ്ടോ. ഇവരുടെ ഓരോ ദിവസങ്ങളിൽ ഓരോ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അതിന്റെയൊക്കെയാണ് ഈ മെനു കാർഡ്. അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്ത ആദ്യത്തെ കട്ട്ലറ്റ് വന്നിരുന്നു കേട്ടോ. ചിക്കൻ കട്ട്ലറ്റ് ആണ് ഓർഡർ ചെയ്തത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലറ്റ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റിയും ക്രിസ്പിയും അകത്ത് നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലറ്റ് തന്നെയായിരുന്നു വന്നത് കേട്ടോ. കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതിന്റെ കൂടെ ആ പിസ്ത ചേർത്തിട്ടുള്ള നമ്മുടെ ഗ്രീൻ ചട്നിയും കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളും എന്തായാലും ഒളിമ്പിയയിൽ പോകുമ്പോൾ മസ്റ്റ് ട്രൈ ഐറ്റങ്ങളിൽ ഒന്നാണ് ഈ കട്ട്ലറ്റ്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഞാൻ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. എത്ര നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലറ്റ് തന്നെയായിരുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം വന്നു. ഹാഫ് തന്തൂരി, നമ്മുടെ ലെഗ് തന്തൂരിയും, പിന്നെ ഞാൻ ഒരു സ്പെഷ്യൽ ലെഗ് ചിക്കൻ കറി ഓർഡർ ചെയ്യുന്നു. അതിന്റെ പേര് ഞാൻ പറഞ്ഞു. പിന്നെ ചപ്പാത്തി, 6 ചപ്പാത്തിയൊക്കെ കൂടെ ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. നല്ല അടിപൊളി ഇതെന്ന് പറയുന്ന മൊരിഞ്ഞ ഒരു ചിക്കൻ തന്തൂരി തന്നെയായിരുന്നു വന്നത്. നല്ല ഫ്ലഷി ആയിട്ടുള്ള പീസുകൾ തന്നെയാണ്. അതിൻ്റെ കൂടെ നല്ല മൊരിഞ്ഞ ഇതും ഉണ്ടായിരുന്നു. അത് ടേസ്റ്റ് ചെയ്യാൻ വളരെ ഇതാണ്. അപ്പം ലെഗ് പീസും ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. പിന്നെ അടുത്ത ഈ ചിക്കൻ കറിയും, അത് നല്ല ഗ്രേവിയും മസാലയൊക്കെ കൂടെ ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റി ഐറ്റം തന്നെയായിരുന്നു. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആയിരുന്നു. എന്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ തന്നെയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ടേസ്റ്റ് ചെയ്ത് ഞാൻ ട്രൈ ചെയ്തായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തായാലും കൊളാബയിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒളിമ്പിയ റെസ്റ്റോറന്റ് ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ എന്റെ മുംബൈയിലെ അവസാനത്തെ ഡിന്നറും ഇത്തിരി ലാവിഷാക്കിയായിരുന്നു. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത്ര റേറ്റ് ഒന്നും വന്നില്ല. ഇവിടെ ഈ ഒളിമ്പിയ റെസ്റ്റോറന്റ് ഇതെല്ലാം കൂടെ ഓർഡർ ചെയ്തിട്ട് പോലും 500 രൂപ അടുത്ത് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. 6 ചപ്പാത്തിയും ഈ ചിക്കൻ കറിയും ചിക്കൻ തന്തൂരിയും പിന്നെ കട്ട്ലറ്റും എല്ലാം കൂടെ ചേർത്തും ചായ എല്ലാം കൂടെ ചേർത്ത് ഓർഡർ ചെയ്തിട്ട് ഒരു 500 രൂപ എന്നുള്ളത്. അതുപോലെ കെ റെസ്റ്റോറന്റില് നമ്മളെ ഐസ്ക്രീമിന് പല പല റേറ്റുകളാണ്. കോഫിക്ക് 80 രൂപ, അവിടുത്തെ മലായ് പിസ്ത, അങ്ങനെയുള്ള പല പല ടേസ്റ്റുകളുണ്ട്. അതിനെല്ലാം ഓരോരോ റേറ്റുകളാണ് കേട്ടോ. അപ്പം അതനുസരിച്ച് നിങ്ങൾ ഇത് ചെയ്യുക, പോയി ട്രൈ ചെയ്യുക. മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ് കേട്ടോ അവിടുന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ മുംബൈയിലെ ലാസ്റ്റ് ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ രണ്ട് റെസ്റ്റോറന്റ്സും ഞാൻ പറഞ്ഞ ഐസ്ക്രീം പാർലറും ഈ റെസ്റ്റോറന്റും എന്തായാലും മുംബൈ പോകുമ്പോൾ മസ്റ്റ് ട്രൈ ഐറ്റം ആയിട്ട് ട്രൈ ചെയ്യേണ്ട 2 സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.